അങ്ങനെ ഒടുവിൽ സുരേന്ദ്രൻ രാജിയിലേക്ക് നീങ്ങുകയാണ്. പാലക്കാടിന്റെ വലിയ തോൽവി തിരിച്ചടിയായി തനിക്ക് നേതൃത്വത്തെ വലിയ രീതിയിൽ ആളുകൾ കുറ്റം പറഞ്ഞു തുടങ്ങി. നേതൃത്വത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് കഴിവില്ല എന്നുള്ള ഒരു നിലപാട് അണികൾ സ്വീകരിച്ചു എന്നുള്ളത് ഒക്കെ വലിയ ഘടകങ്ങളായി ആകുന്നുണ്ട്. പാർട്ടി നിർദ്ദേശിക്കുകയാണ് എങ്കിൽ രാജിവെക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്നത്. ഇതിന് അപ്പുറം പാലക്കാട് കുറച്ചുകൂടി ശക്തമായ ഇടപെടലുകൾ, ഇനി പാലക്കാട് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും RSS ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടി RSSന്റെ മേൽനോട്ടത്തിലായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല പാലക്കാടെ തോൽവിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷായോ മറ്റേതെങ്കിലും നേതാക്കളോ എത്തുമെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. എന്താണ് സുരേന്ദ്രന്റെ ഈ പെട്ടെന്നുള്ള തീരുമാനത്തിന് പിന്നിൽ? സുരേന്ദ്രന്റെ പെട്ടെന്നുള്ള തീരുമാനത്തിന് പിന്നിൽ മറ്റൊന്നുമല്ല, അണികളുടെ രോക്ഷമാണ്. സമൂഹ മാധ്യമങ്ങളിൽ സുരേന്ദ്രനെ തെറി പറഞ്ഞുകൊണ്ട് BJPയുടെ ഭൂരിഭാഗം അണികളും അതുപോലെ തന്നെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും ഒക്കെ രംഗത്തെത്തുന്നു. സുരേന്ദ്രനിലേക്ക് മാത്രം കുറ്റം ചാരുന്നു എന്നതുകൊണ്ടാണ് സുരേന്ദ്രൻ രാജിവെക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തിപ്പോൾ വരുന്നുണ്ട്. അദ്ദേഹം രാജിവെക്കാൻ തീരുമാനമെടുത്തതാണോ ഇനി അതല്ല ഇതൊരു ഷോ ഓഫിന് വേണ്ടി പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേന്ദ്ര നേതൃത്വത്തോട് രാജിവെക്കാൻ അനുമതി തേടി എന്നുള്ളതാണ് അറിയുന്നത്. അതായത് താൻ ആണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച യഥാർത്ഥ, അതായത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് ധാർമ്മികമായിട്ടാണ് രാജി എന്ന് കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട്. ഞാൻ രാജിവെക്കാം, പക്ഷേ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇതിൽ കൃത്യമായൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. എന്താണ് പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം? പാലക്കാട് നഗരസഭയ്ക്കകത്ത് BJPയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ട് പോലും കുറയ്ക്കാത്ത ചില കാര്യങ്ങൾ, അതായത് പാലക്കാട് നഗരസഭയിലെ ചില സേവനങ്ങളുമായി ബന്ധപ്പെട്ട യൂസർ ഫീ ഗണ്യമായി വർദ്ധിപ്പിച്ചു നഗരസഭ ഒരു തീരുമാനമെടുത്തിരുന്നു. അത് വ്യാപകമായി ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കുകയും വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു പ്രയാസത്തിന് കാരണമാകുന്ന സമയത്ത്, അത്തരത്തിലൊരു ബുദ്ധിമുട്ടിന് ഒരു വലിയ പ്രയാസം വന്ന സമയത്ത് BJPയുടെ സംസ്ഥാന നേതൃത്വം ഇടപെടുകയും അത് കുറയ്ക്കണം എന്ന് നഗരസഭയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് കാലമായിട്ട് കൂടി അത് കുറയ്ക്കാൻ പാലക്കാട് നഗരസഭ തയ്യാറായില്ല എന്നതാണ് സുരേന്ദ്രൻ പറയുന്ന ഒന്നാമത്തെ കാര്യം. അത് ശ്രീകൃഷ്ണകുമാറിനെതിരെയുള്ള ഒരു ഒളിയമ്പ് കൂടിയാണ്. അത് ശ്രീകൃഷ്ണകുമാറിനെതിരെയല്ല, ശ്രീകൃഷ്ണകുമാറിന്റെ ഭാര്യക്കെതിരെയുള്ള ഒരു ഒളിയമ്പ് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. കൃഷ്ണകുമാറിന്റെ ഭാര്യയെ സുരേന്ദ്രനും താല്പര്യമില്ലായിരുന്നു. കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ് പാലക്കാടിനെ നിയന്ത്രിച്ചിരുന്നത്, പാലക്കാട്ടെ BJP നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളതാണ്. ആ നീക്കത്തിൽ അണികൾ തൃപ്തരല്ലായിരുന്നു എന്നുള്ളത് സുരേന്ദ്രനും നന്നായിട്ട് അറിയാം. അപ്പോ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രനും നീങ്ങുന്നത് എന്നുള്ളത്. അതായത് ടോട്ടലി പാലക്കാടിനെ ഒന്ന് ചേഞ്ച് ആക്കാൻ സുരേന്ദ്രനും ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതെ, അങ്ങനെ പറയേണ്ടി വരും. മാത്രമല്ല സുരേന്ദ്രന് താല്പര്യമുണ്ടായിട്ടാണോ സി കൃഷ്ണകുമാർ നിന്നത്? അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി വരണം എന്നതിലപ്പുറത്തേക്ക് സുരേന്ദ്രൻ ഒന്നും കരുതില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാണ്. പക്ഷേ എന്തിൻ്റെ പുറത്താണ് സി കൃഷ്ണകുമാറിനെ സുരേന്ദ്രൻ അടക്കം പിന്തുണയ്ക്കേണ്ടി വന്നത്? സംസ്ഥാന കോർ കമ്മിറ്റി ഒന്നടങ്കം എടുത്ത തീരുമാനമാണെന്ന് പറയുന്നു. അതിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇവർക്കൊക്കെ എങ്ങനെയാണ് സി കൃഷ്ണകുമാറിൻ്റെ പേര് പിന്തുണയ്ക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നേരിട്ടുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ടോ? അതിലാരാണ് ഒരു ബാഹ്യശക്തിയായി ഇടപെട്ടത്? അവിടേക്ക് ചെല്ലുമ്പോഴാണ് ശ്രീകൃഷ്ണകുമാറിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ അവർ നടത്തിയ ചില ഇടപെടലുകളെ കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇവിടെ പല ബുദ്ധിമുട്ടുകളും BJPയുടെ സംസ്ഥാന നേതാവ് എന്നുള്ള നിലയ്ക്ക് സുരേന്ദ്രൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും നിലവിലുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ട്. രണ്ടാമത്തത് പറയുന്നത് ഈ പറയുന്ന കൊടകര കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വെളിപ്പെടുത്തൽ നടത്തിയ സതീഷിൻ്റെ ഈ BJPയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സതീഷിൻ്റെ മൊഴി ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് പുറത്തു വന്നത്? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? അതായത് സുരേന്ദ്രൻ പറയാതെ പറയുന്നത് BJPയിലെ തന്നെ ആരോ സതീഷിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചു എന്ന ഒരു വ്യംഗ്യാർത്ഥത്തിൽ കൃത്യമായി സുരേന്ദ്രൻ കാര്യം പറയുകയാണ്. അത് പിണറായിയുടെ പോലീസിനെയോ അല്ല പറയുന്നത്, തിരിച്ച് കുത്തുന്നു എന്നുള്ളതാണ് സുരേന്ദ്രൻ ഉദ്ദേശിച്ചത്. രണ്ടാമത് സുരേന്ദ്രൻ പറയുന്ന കാര്യം,
ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ, റിപ്പോർട്ടർ ചാനലിനെതിരെ ഉയർത്തിയ, ഗോകുലം ഗോപാലനെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ളത് കൂടെ പരിശോധിക്കപ്പെടണം. മാത്രമല്ല സുരേന്ദ്രനെതിരായി കൊണ്ട് നടന്ന ഒരു ക്യാമ്പയിനിങ് നടന്നിട്ടുണ്ട്. അതെന്തിനാണ് അത്തരമൊരു ക്യാമ്പയിനിങ് നടന്നത് എന്ന് അന്വേഷിക്കണം എന്നാണ് സുരേന്ദ്രൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത്. എന്തായാലും പക്ഷെ അതിലേക്കൊക്കെ അപ്പുറത്തേക്ക് സത്യസന്ധമായ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തിയാൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ ഒരു BJPയുടെ സംസ്ഥാന തലത്തിൽ ഇരിക്കുന്ന സമയത്ത് ഗ്രൂപ്പുകളെ അതിജീവിക്കാൻ അദ്ദേഹത്തിനും കഴിയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരിക്കാം ഗ്രൂപ്പുകളെ മാറ്റി നിർത്തണം, പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ പറയുന്ന ഏറ്റവും വലിയ തെറ്റ്. കാര്യം കൃഷ്ണദാസ് പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം കൂടെ ഉണ്ട് എന്ന് പറയുന്നു. മുരളീധരൻ്റെ ഗ്രൂപ്പിൽ ഇദ്ദേഹം ഉണ്ട് എന്ന് പറയുന്നു. മുരളീധരനും BJPയുടെ നേതൃത്വവും എല്ലാം, B ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതൃത്വവും എല്ലാം അതൊക്കെ സുരേന്ദ്രനോട് ചോദിക്കൂ, മഹാരാഷ്ട്രയിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കൂ എന്നാണ് V മുരളീധരൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പോലും കൈവിടുന്നു എന്നുള്ളതാണ്. പക്ഷേ സുരേന്ദ്രന്മാർ, ഇന്നലെയും ഞാൻ പറഞ്ഞതാണ്, ഒരു സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയല്ല. സുരേന്ദ്രൻ മാറിയാൽ പോലും ഈ ഗ്രൂപ്പ് നേതൃത്വങ്ങളുടെ തമ്മിൽ അടിയും പിന്നെ വിഴുപ്പഴക്കലുകളും ഒക്കെ വലിയ പ്രശ്നമാകുമ്പോൾ അതിൻ്റെ മുഖമായി സുരേന്ദ്രൻ വരുമ്പോഴാണ് നമ്മൾ സുരേന്ദ്രനെ കുറ്റം പറയുന്നത്. നാളെ വേറൊരാൾ വന്ന് ഇതേ ഗ്രൂപ്പ് കളിയാണെങ്കിൽ നമ്മൾ അവരെയാണ് കുറ്റം പറയുക, അവരെയാണ് പ്രയാസം, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളിലാണ് പറയുക. യഥാർത്ഥത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജസ്വലമായ നേതൃത്വവും ഗ്രൂപ്പിൻ്റെ അതിപ്രസരവും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും പാർത്ഥൻ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് തന്നെ തുടങ്ങാം. BJPയിലെ ഗ്രൂപ്പിസം അത് തന്നെയാണ് BJPയെ തകർത്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശക്തരായ അണികളുണ്ട്. അവരുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട്, അണികളാണ് ഒരു പാർട്ടിയുടെ ശക്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇവിടുത്തെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാജയം. BJP എന്ന് പറയുന്ന പാർട്ടി ദിനംതോറും വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഇപ്പോൾ വ്യാവസായിക നഗരമായ മുംബൈ പോലും BJPയുടെ കയ്യിൽ ഒതുക്കാൻ BJPക്ക് കഴിഞ്ഞുവെങ്കിൽ BJPയുടെ ശക്തിയെ നമ്മൾ കുറച്ച് കാണരുത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അണികളുള്ള പാർട്ടി BJPയാണ്. ഏറ്റവും കൂടുതൽ അണികൾ വരാൻ ശ്രമിക്കുന്ന പാർട്ടിയും BJPയാണ്. അപ്പോൾ ഓരോ ദിവസവും BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയെ കൂടെയുള്ളവർ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് ആരാണ് എന്ന് കണ്ടെത്തി. സുരേന്ദ്രൻ പറഞ്ഞതൊരു പ്രധാന പോയിന്റാണ്. കൂടെയുള്ളവർ തന്നെ കുത്താൻ തുടങ്ങിയോ, കൂടെയുള്ളവർ തന്നെ പിന്നിൽ നിന്ന് കുത്തി തുടങ്ങിയോ, അങ്ങനെയാണ് എങ്കിൽ അത് ആരാണ് എന്ന് കണ്ടുപിടിക്കണം. ശോഭാ സുരേന്ദ്രനെ ഇതിലേക്ക് വലിച്ചിടാൻ ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നില്ല. കാരണം ശോഭയെ പോലെയുള്ള ഒരു ധീരയായ അല്ലെങ്കിൽ നേതൃപാടവമുള്ള അത്തരത്തിൽ ആളുകളെ കയ്യിലെടുക്കാൻ കഴിയുന്ന, കാര്യങ്ങൾ കൃത്യമായി വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്കപ്പുറം പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ആ സമയത്ത് അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ വന്നപ്പോഴാണ് അവർ അതിന് മറുപടിയായി തിരിച്ച് പറയേണ്ടി വന്നത്. അതൊക്കെ പിന്നീട് പൊളിഞ്ഞ് പാളിസായ കാര്യങ്ങളാണ്. കാരണം റിപ്പോർട്ടർ ചാനലിനെതിരെയൊക്കെ പറഞ്ഞത് പിന്നീട് അതൊക്കെ എന്തിൻ്റെ ഉദ്ദേശത്തിലായിരുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് പുറത്തു വന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ അതൊക്കെ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാകാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് ആളുകളുടെ മനസ്സിൽ ആ പാർട്ടിയെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് പാർട്ടിക്കകത്ത് നിന്ന് പലരും ഈ സതീശനെ പറഞ്ഞു വിട്ടതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം. മാത്രമല്ല പാലക്കാട് മിനിമോളുടെ ഒരു ഇടപെടൽ, അതായത് കേന്ദ്ര നേതൃത്വത്തിൽ വരെ കൃത്യമായ പിടിപാടുകൾ ഉള്ളത് കൊണ്ട് തൻ്റെ ഭർത്താവിന് എത്ര തോറ്റാലും തൻ്റെ ഭർത്താവിനപ്പുറം മറ്റൊരാളുടെ അവിടെ നേതാവായി നിർത്താൻ കഴിയില്ല എന്നുള്ള മിനിമോളുടെ ആ വാശി അല്ലെങ്കിൽ ആ ധാർഷ്ട്യമഹങ്കാരം അത് അണികൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം മിനിമോൾ വളർത്തിയെടുത്ത പാർട്ടിയല്ല ഇത്, അണികൾ വളർത്തിയെടുത്ത പാർട്ടിയാണിത്. പരാജയങ്ങളിൽ നിന്ന് ആ പരാജയങ്ങളെ ഉൾക്കൊണ്ട് നാണം കെട്ട് വേദനകൾ സഹിച്ച് പ്രസ്ഥാനത്തിന് വേണ്ടി നിന്ന് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ കൂടി പാർട്ടിയാണിത്. അപ്പം ഒരു മിനിമോൾ വിചാരിച്ചാൽ ഒരു നിയോജകമണ്ഡലത്തിൽ NDAക്ക് ഒരു MLA കൂടെ കിട്ടുമെന്ന് വിചാരിച്ച ഒരു മണ്ഡലമാണ് പാലക്കാട്. അത്രയ്ക്ക് ആളുകളിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതോടുകൂടി അവിടുത്തെ പ്രചാരണം വലിയ രീതിയിൽ RSS BJPയും ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നിട്ടും നഗരപ്രദേശങ്ങളിൽ പോലും കൃഷ്ണകുമാറിന് ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് അവിടെയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഏറ്റവും ബാലിശമായ തീരുമാനം തന്നെയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ സുരേന്ദ്രൻ ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കൃത്യമായി കേന്ദ്ര നേതൃത്വം കൂടെ ഇടപെട്ട് കൃത്യമായി ഒരാളെ ഗ്രൂപ്പിസമൊക്കെ കേന്ദ്ര നേതൃത്വം ഇതിൽ കൃത്യമായി ഇടപെടണം. ഒന്നുകിൽ നദ്ദ അല്ലെങ്കിൽ അമിത്ഷാ, ആരെങ്കിലും ഇക്കാര്യത്തിൽ
കൃത്യമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ BJP വളരണമെങ്കിൽ ആ നേതൃസ്ഥാനത്തേക്ക് കൃത്യമായി അണികളെ നയിക്കാൻ കഴിയുള്ള നേതൃപാടവമുള്ള, അണികൾക്ക് കൂടി താല്പര്യമുള്ള, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ മനസ്സുള്ള, തിരുത്തേണ്ടത് പ്രസിഡന്റ് ആണെങ്കിലും അതൊരു നേതാവാണെങ്കിലും തിരുത്താനുള്ള മനസ്സ് കാണിക്കുന്ന ഒരാളെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് BJP രക്ഷപ്പെടുത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായും.